ട്രംപിന്റെ താരിഫ് യുദ്ധത്തിൽ ഏറ്റവും അധികം വിരണ്ടിരിക്കുന്ന രാജ്യം അത് മറ്റൊന്നുമല്ല ചൈനയാണ്. വ്യാളി വളരെയധികം വിരണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ട്രംപിന്റെ താരിഫ് യുദ്ധത്തിനെ വിശേഷിപ്പിക്കുന്നത്. ചൈനയ്ക്ക് 104% തീരുവയാണ് ട്രംപ് അടിച്ചു കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഗത്യന്തരമില്ലാതെ ചൈന ഇന്ത്യയുടെ സഹായം ആശ്രയിക്കുന്ന ഒരു ഗതി പോലും ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ട്രംപിന്റെ താരിഫ് യുദ്ധം ലോകത്തെ എല്ലാം നടുക്കിയിട്ടുണ്ട്. കൂടുതൽ നടുങ്ങിയത് ചൈനയാണ്. മറ്റ് രാജ്യങ്ങൾക്കൊപ്പം ട്രംപും ചൈനയ്ക്ക് മേൽ ഉയർന്ന തീരുവ ചുമത്തുകയും അവ ഇനിയും വർദ്ധിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു വ്യാളിക്ക് എങ്ങനെ നിശ്ചലമായി ഇരിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൈന ഒരു മറുപടി ട്രംപിന് കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ട്രംപിന്റെ താരിഫ് യുദ്ധത്തിന് മറുപടിയായി ചൈന ഒരു ലോഹ യുദ്ധം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട 7 അപൂർവ ലോഹങ്ങളുടെ കയറ്റുമതി ചൈന നിർത്തിവച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അവയില്ലെങ്കിൽ ഇന്നത്തെ സാങ്കേതിക യുഗത്തിൽ പുരോഗതി പൂർണ്ണമായും സ്തംഭിക്കുമെന്നുള്ളതാണ്. ചൈനയിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹങ്ങളാണിവ. ലോകത്തിൽ ഇവയുടെ ഏറ്റവും വലിയ കയറ്റുമതിക്കാർ ചൈനയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ചൈന ഏത് ലോഹങ്ങളുടെ കയറ്റുമതിക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കയറ്റുമതി നിർത്തിയ 7 ലോഹങ്ങൾ ഗാലോനിയം, ടെർബിയം, സമേറിയം, ഡിസ്പ്രോസിയം, സ്കാൻഡിയം, യിട്രിയം, ലുട്ടീഷ്യം ഇങ്ങനെയുള്ള ലോഹങ്ങളാണ് ചൈന കയറ്റുമതി നടത്തിയത്. ഈ ലോഹങ്ങളുടെ എല്ലാം പേരുകൾ ആദ്യമായിട്ടായിരിക്കാം ചിലപ്പോൾ പ്രേക്ഷകർ കേൾക്കുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതിനാൽ അപരിചിതമായി തോന്നുന്ന ഈ ലോഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്നുള്ളതാണ്. ഈ ലോഹങ്ങളുടെ അഭാവം മൂലം നിലച്ചു പോകുന്ന നിരവധി വ്യവസായങ്ങളുണ്ട് ഇന്ന് ലോകത്ത്. ഈ ലോഹങ്ങളുടെ ഏറ്റവും വലിയ കയറ്റുമതിക്കാരാണ് ചൈന എന്നതിനാൽ അതിൻ്റെ നീക്കം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കൊറോണ വൈറസ് തുറന്നു വിട്ടതുപോലെ ചൈന വീണ്ടും ഒരു ഭൂതത്തെ തുറന്നു വിടുന്നു എന്നാണ് ട്രംപിനെതിരെ നമുക്കിതിൽ നിന്നും എക്സാക്ട്ലി പറയാനായിട്ട് സാധിക്കുന്നത്. ഏത് ലോഹം എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഗലോനിയം കാന്തങ്ങൾ നിർമ്മിക്കാനാണ് ഈ ലോഹം ഉപയോഗിക്കുന്നത്. ഇലക്ട്രോണിക് സാധനങ്ങളും ഡാറ്റാ സംഭരണ ഉപകരണങ്ങളും ഇത് ഉപയോഗിക്കുന്നു. MRI സ്കാനുകൾ എടുക്കുമ്പോൾ ക്യാൻസർ മുഴകൾ കണ്ടെത്താൻ ഗലോനിയം സഹായിക്കുന്നു. ആണവ റിയാക്ടറുകളിലും ഇതിൻ്റെ സാന്നിധ്യം ആവശ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രയധികം പ്രധാനപ്പെട്ട ലോഹമാണ് ഇതെന്ന്. ടെർബിയം ഈ ലോഹം വൈദ്യുതി ബൾബുകൾ, മെർക്കുറി ലാമ്പുകളിലും ഉപയോഗിക്കുന്നു. ഇത് എക്സ്റേകൾ സുരക്ഷിതവും വൃത്തിയുള്ളതുമാക്കാൻ സഹായിക്കുന്നു. സമരിയം ഹെഡ്ഫോണുകൾ, പേഴ്സണൽ സ്റ്റീരിയോകൾ തുടങ്ങിയ വസ്തുക്കളിൽ ലോഹം ഉപയോഗിക്കുന്നു. ഒപ്റ്റിക്കൽ ലേസറുകളിൽ, ന്യൂക്ലിയർ റിയാക്ടറുകളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഡിസ്പ്രോസിയം കാറ്റാടി യന്ത്രങ്ങളിലും ഇലക്ട്രിക് വാഹനങ്ങളിലും ശക്തമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഈ ലോഹം ഉപയോഗിക്കുന്നു. ആണവ റിയാക്ടറുകളുടെ കൺട്രോളർ റോഡുകളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇനി സ്കാൻഡിയം ഭാരം കുറഞ്ഞതും എന്നാൽ ബലമുള്ളതുമായ വസ്തുക്കൾ നിർമ്മിക്കാൻ ഈ ലോഹം ഉപയോഗിക്കുന്നു. ഫൈറ്റർ ജെറ്റുകൾ, ഉയർന്ന നിലവാരമുള്ള സൈക്കിൾ ഫ്രെയിമുകൾ, ബേസ്ബോൾ ബാറ്റുകൾ തുടങ്ങി നിരവധി വസ്തുക്കൾക്ക് ബലം നൽകാനും ഭാരം കുറയ്ക്കാനും ഈ ലോഹം ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇനി യിട്രിയം LED ബൾബുകളിലും ലേസറുകളിലും ക്യാമറ ലെൻസുകളിലും സൂപ്പർ കണ്ടക്ടറുകൾ എന്നിവയുടെ നിർമ്മാണത്തിലും ഉപയോഗിക്കുന്നുണ്ട്. ക്യാൻസർ ചികിത്സയിലും ഇത് വളരെ നിർണായകമാണ്. ലുട്ടീഷ്യം ഈ ലോഹം എണ്ണ വൃത്തിയാക്കാൻ സഹായിക്കുന്നു. എണ്ണ ശുദ്ധീകരണ സ്ഥാപനങ്ങളിലെ ഹൈഡ്രോ കാർബണുകളെ വിഘടിപ്പിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇതോടുകൂടി ഒരു പുതിയ വ്യാപാര യുദ്ധത്തിന് തന്നെ ലോകത്തിൽ തുടക്കം കുറിക്കപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇനി ലോക രാജ്യങ്ങൾ ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് നമുക്ക് നോക്കി കാണേണ്ടതും അറിയേണ്ടതും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.